എല്ലാവർക്കും ട്രിക്ക് മാസ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയത് യൂട്യൂബേഴ്സാണ്. അപ്പോൾ പ്രശസ്തരായ 10 യൂട്യൂബേഴ്സിൻ്റെ റവന്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൽ പ്രമുഖരുമുണ്ട്, അതേപോലെ ലോക്ക്ഡൗൺ സമയത്ത് വൈറലായി വന്നവരുമുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കുന്നത് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ വരുമാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ സോഷ്യൽ ബ്ലേഡ് എന്ന വെബ്സൈറ്റിലൂടെ കാണിക്കുന്ന വരുമാനം. ഇനി നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ വരുമാനം എത്ര ഉണ്ടെന്ന് നോക്കാം. അൺബോക്സിംഗ് ഡ്യൂഡിന് മാസം 2 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. അത് ഒരു ഏകദേശ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ വർഷത്തിൽ 10 മുതൽ 30 ലക്ഷം വരെ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിക് വ്ളോഗ്സിൻ്റെ വരുമാനമാണ്. നിക് വ്ളോഗ്സിന് ഒരു മാസം 30,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നത്. അതേപോലെ തന്നെ വർഷത്തിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മല്ലു ട്രാവലറിൻ്റെ ഈ വർഷത്തെ യൂട്യൂബ് വരുമാനമാണ്. അപ്പോൾ മല്ലു ട്രാവലറിന് ഓരോ മാസവും കിട്ടുന്നത് 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ വർഷം മല്ലു ട്രാവലിന് കിട്ടിയത് 8 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് യൂട്യൂബിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് സഞ്ജു ടെക്കിയുടെ യൂട്യൂബ് വരുമാനമാണ് നോക്കുന്നത്. സഞ്ജു ടെക്കിക്ക് മാസം 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. അത് സഞ്ജു ടെക്കി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാസം കിട്ടുന്നുണ്ടെന്ന് സഞ്ജു ടെക്കി തന്നെ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ സഞ്ജു ടെക്കിക്ക് ഈ വർഷം 7 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് മച്ചാൻസ് വ്ളോഗിൻ്റെ വരുമാനമാണ്. മച്ചാൻസ് വ്ളോഗിന് മാസം 10,000 മുതൽ 50,000 വരെയാണ് മാസം കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ വർഷം മച്ചാൻസ് വ്ളോഗിന് കിട്ടിയത് 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഫിഷിംഗ് ഫ്രീക്സ് എന്ന യൂട്യൂബ് ചാനലിൽ എത്ര രൂപ മാസം കിട്ടുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനലിൽ 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ഓരോ മാസവും ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ വർഷം ഈ ചാനലിൽ ലഭിച്ചിരിക്കുന്നത് 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നോക്കാൻ പോകുന്നത് M4 ടെക്കിൻ്റെയാണ്. ഇപ്പോൾ ഞാൻ M4 ടെക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ M4 ടെക് കിട്ടുന്നില്ല. വേറൊരു M4 ടെക് എന്ന് പറഞ്ഞൊരു ചാനലാണ് കിട്ടുന്നത്. അതിന് വേറൊരു വഴിയുണ്ട്. നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് M4 ടെക് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത ശേഷം ആ M4 ടെക്കിൻ്റെ ആ പേജ് വരും. അവിടെ ഷെയർ ബട്ടൺ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് 3 ഡോട്ടിനുള്ളിൽ. അത് ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്താൽ മാത്രമേ M4 ടെക് സോഷ്യൽ ബ്ലേഡ് എന്ന വെബ്സൈറ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വരുമാനത്തിലേക്ക് പോകാം. M4 ടെക്കിൻ്റെ ഓരോ മാസവും ലഭിക്കുന്ന വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഓരോ മാസവും ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ വർഷം M4 ടെക്കിന് കിട്ടിയിരിക്കുന്നത് 10 മുതൽ 35 ലക്ഷം രൂപ വരെയാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് വരുമാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാർത്തിക് സൂര്യയ്ക്ക് ഒരു മാസം 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ വർഷം കാർത്തിക് സൂര്യയ്ക്ക് ലഭിച്ചത് 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ്
ഈ വർഷം കാർത്തിക് സൂര്യയ്ക്ക് യൂട്യൂബിൽ നിന്ന് ലഭിച്ച തുക. അപ്പോൾ അടുത്ത നോക്കാൻ പോകുന്നത് അർജുവിൻ്റെ യൂട്യൂബ് വരുമാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അർജുവിന് ഓരോ മാസവും 75,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഓരോ മാസവും ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ വർഷം അർജുന് ലഭിച്ചിട്ടുള്ളത് 8 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് കരിക്കിൻ്റെ റവന്യൂ ആണ്. കരിക്കിന് ഒരു മാസം 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ വർഷം കരിക്കിന് കിട്ടിയത് 8 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് ഈ വർഷം കരിക്കിന് കിട്ടിയത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ റവന്യൂ കൃത്യമാകണമെന്നില്ല. ഇത് സോഷ്യൽ ബ്ലേഡ് എന്നൊരു വെബ്സൈറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഒരു തുകയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.